സ്ത്രീ പോട്ടേന്ന് വിചാരിച്ചു. അവന് പോണെങ്കിലേ മൈനെ കാണണം. കണ്ടിട്ടേ പോവും. കൂടെ കൂട്ടിക്കൊണ്ടുപോകാനാ വന്നിരിക്കുന്നേ. എന്താന്ന് വെച്ചാ ചെന്ന് പറ. ഞാൻ നിങ്ങളോട് വളരെ ഓപ്പൺ ആയിട്ട് പറയാ, ഇത് ഇങ്ങോട്ടുള്ള അവസാനത്തെ വരവായിരിക്കണം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അതായത് മൈന എന്റെ കുടുംബത്തിലെ അംഗമാണ്. എങ്കിലും രക്തബന്ധം കൂടുതലുള്ളത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് പറയാ, മൈന വരുന്നെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോവാം. അവൾക്ക് സമ്മതമാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും കെട്ടിച്ചു കൊടുക്കാം. അതല്ല അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ. ഇഷ്ടമല്ല. എന്നെ കൊണ്ടുപോകാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. ഞാൻ വരില്ല. മൈനെ, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? നിന്റെ സ്വന്തം അമ്മാവിന്റെ വീടാ അത്. അമ്മയുടെ വക സ്വത്തും നിനക്കുള്ളതാ. പിന്നെ അർജുനെ കല്യാണം കഴിക്കാൻ വയ്യാത്തത് കൊണ്ടാണെങ്കിൽ വേണ്ട, നിർബന്ധിക്കുന്നില്ല. നീ എന്തായാലും ഒന്ന് വീട്ടിലേക്ക് വാ. വരില്ല. 15ാമത്തെ വയസ്സിൽ മാനെ രക്ഷിക്കാനായിട്ട് ഓടിയിട്ടുണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന്. മാനസ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ എത്രയും മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. മോളെ, അർജുന്റെ ആ സ്വഭാവം ഒക്കെ പോയി. അവൻ മര്യാദക്കാരനായി. നല്ല സമ്പാദ്യം ഉണ്ട് അവന്റെ കയ്യില്. എന്തുണ്ടെങ്കിലും ഞാനില്ല അങ്ങോട്ട്. ഇതന്നെ വീടാ. ഇവിടെ നിറക്കി വിട്ടാ നീ എന്ത് ചെയ്യും? ഏതെങ്കിലും അനാഥാലയത്തിലോട്ട് പോകും, അല്ലെങ്കിൽ മരിക്കും. അതല്ലാതെ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. മൈനെ, ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയണോ? നീ അനുഭവിക്കും മൈനെ. എന്നെ അവഗണിച്ചു വിടുന്നതിന് നീ അനുഭവിക്കും. തെണ്ടി വരും നീ എന്റെ അടുത്ത്. മതി. ഈ വീട്ടിൽ നിന്ന് ശാപവാക്കുകളൊന്നും വേണ്ട. അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്റെ 1.5 മണിക്കൂർ കളഞ്ഞു. പ്ലീസ്, ഇനിയെങ്കിലും. മോളെങ്ങും പോകണ്ട. ഏട്ടൻ കൂടെയുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? ഉണ്ട്. പക്ഷേ അതെല്ലാം എനിക്ക് എന്നെ സ്വയം രക്ഷിക്കാൻ വേണ്ടിയാ. മറിച്ച് മാനസയുടെ കഷ്ടപ്പാടോ? എന്തിനാ മാനസ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? ഞാൻ ആരാ മാനസയുടെ? അങ്ങനെയൊന്നും ചോദിച്ചാ ഉത്തരവില്ല സിദ്ധാർത്ഥ. ചിലത് നമ്മൾ ജനിക്കുമ്പോഴേ ഉള്ള ബന്ധങ്ങൾ. അതിനേക്കാളും വലുതാ ഇടയ്ക്ക് വെച്ച് കിട്ടുന്ന ഇതുപോലുള്ള സൗഹൃദങ്ങൾ. സിദ്ധാർത്ഥൻ ഇപ്പൊ എനിക്ക് ആരൊക്കെയോ ആണ്. ജീവിതത്തില് പ്രതീക്ഷിക്കുന്നതല്ല പലപ്പോഴും സംഭവിക്കുന്നത്. വേണുഗോപനെ ആക്രമിക്കണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നതല്ല. സംഭവിച്ചു പോയി. ഇങ്ങനെ ഒരാൾ അഭയാവുമെന്ന് ഒരിക്കലും കരുതിയില്ല. അപ്പോ നമ്മൾ എന്താവണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ഈശ്വരൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് ആലോചിക്കുമ്പോ ഈ ഒളിവുകാലം ഒരു സുഖമുള്ള ഓർമ്മയായിരിക്കോ സിദ്ധാർത്ഥന്? അറിയില്ല, ഞാനതേ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ ചിന്തിച്ചു. എനിക്ക് മറക്കാൻ പറ്റില്ല ഈ ദിവസങ്ങളെയും സിദ്ധാർത്ഥനെയും. ചേച്ചിയോട് ദേഷ്യപ്പെട്ടവര്? ഇല്ല. പിന്നെ അപമാനിച്ചു അല്ലേ? പരിഹസിച്ചവർ? പോവണ്ട കാര്യമില്ലായിരുന്നു. സാരമില്ല, പോയി ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് തോന്നരുതല്ലോ. ഇനി എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നത്? ആലോചിക്കാം,
സമയമുണ്ടല്ലോ. സമയമില്ല. ഇതൊന്നും നീട്ടിവെക്കരുത്. അതെ, ഇനി നീട്ടിക്കൊണ്ട് പോകരുത് ചേച്ചി. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ആപത്ത് വരുത്തി വെച്ച എല്ലാം പോവും. പിന്നെന്താ, അവളെ കെട്ടണ്ടാന്ന് തീരുമാനിക്കണോ? അത് വേണ്ട. ഇത്രയും അപമാനിച്ച സ്ഥിതിക്ക് അവളിനി നമ്മുടെ വീട്ടിൽ നിൽക്കണം. എനിക്കൊരു സംശയമുണ്ട്. ഹരിശങ്കർ ആണല്ലോ അവളോട് നിർത്തിയിരിക്കുന്നത്. അതിന് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? കൊച്ചു പെണ്ണല്ലേ? ഏയ്, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളൊരു മാന്യനാ. എല്ലാ മാന്യന്മാരും ഉള്ളിന്റെ ഉള്ളിൽ കള്ളന്മാരാ. എനിക്ക് വിശ്വാസമില്ല. വേണുഗോപൻ ഊരാടമല്ലേ? അതെ. ഈ വിവാഹത്തിന് ജാതകം നോക്കിയിരുന്നോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു, കല്യാണം തീരുമാനിച്ചു. ഓഹോ. മാനസയുടെ വീട്ടുകാർക്കും ജാതകത്തിലൊന്നും വിശ്വാസമില്ലായിരുന്നു. പൊരുത്തം നോക്കേണ്ട കാര്യമില്ലെന്ന് അവരും പറഞ്ഞപ്പോ തീയതി തീരുമാനിച്ചു. എന്താ അടിയോടി, എന്തെങ്കിലും കുഴപ്പം? കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ തടസ്സമുണ്ട്. മനസ്സിലായില്ല അല്ലേ? ഇല്ല. ചില തടസ്സങ്ങൾ ഉണ്ടെങ്കിലും വിവാഹം നടക്കും, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ. അല്ല, എവിടുന്ന തടസ്സം ഉണ്ടാകുന്നത്? വധുവിന്റെ ഭാഗത്ത് രാഘുവിന്റെ അപകാരം കാണും. എന്നുവെച്ചാ എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ട് സഞ്ചരിക്കുമ്പോ രാഹു പിന്നോട്ടാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ വധുവിന്റെ ഭാഗത്ത് നിന്ന് തടസ്സങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ വിവാഹം നടക്കും, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ. തടസ്സങ്ങൾ നീങ്ങാൻ എന്തെങ്കിലും പരിഹാരം കാണുന്നുണ്ടോ? ചില വഴിപാടുകൾക്ക് കുറിക്കാം. എന്നാലും ചില ദൈവഹിതങ്ങൾ വിധിയാണ്, അനുഭവിക്കാതെ നിവൃത്തിയില്ല. സർ, സിദ്ധാർത്ഥൻ ഈ സിറ്റിയിൽ തന്നെയുണ്ട്. ആരുടെയോ അതിവിദഗ്ധമായ കൈകളിൽ അയാൾ സുരക്ഷിതനാണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഒരു സൂചന പോലും കിട്ടാത്ത എന്താ? അതാണ് സർ എനിക്ക് മനസ്സിലാവാത്തത്. കള്ളൻ കപ്പലിൽ തന്നെ ആയിരിക്കണം. വാട്ട് യു മീൻ? ഒന്നുകിൽ രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും ഉന്നതന്റെ സംരക്ഷണയിലായിരിക്കണം, അല്ലെങ്കിൽ പറയൂ. നമ്മളിൽ ആരെങ്കിലും. അയാൾക്ക് പോലീസിന് തന്നെ സഹായമുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ മിനിസ്റ്ററിന്റെയോ പോലീസിലെ ഉന്നതരുടെയോ വീടുകളിൽ അല്ലേ? എക്സാക്ട്ലി സർ. ആ വഴിക്ക് പരസ്യമായി അന്വേഷിച്ചിട്ട് കാര്യമില്ല. എ സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ അതേ നടക്കൂ. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും സുഷമ പറഞ്ഞാൽ മതി. അവനെ കിട്ടിയിരിക്കണം. ഷോ സർ, അവനെ കണ്ടുപിടിച്ചിരിക്കും. മാനസ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും മാനസ വേണുഗോപനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ? എന്താ മോളെ ഇത്? ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല. പഴയ അതിവിപ്ലവകാരിയല്ലേ അമ്മ. ഇപ്പോ ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞെങ്കിലും ആ പഴയ മനസ്സ് ഇപ്പോഴും കൈമുതലായിട്ടില്ലേ? ചോദിച്ചതിന്റെ ഉത്തരവാണോ അത്? ഉത്തരത്തിന് മുൻപുള്ള ആമുഖമാണ്. ഞാനൊരു ചെറിയ വിപ്ലവത്തിന് ഇറങ്ങി പുറപ്പെടുക. അതിനുവേണ്ടിയാ ഈ വിവാഹം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. അതുവരെ ആരോടും ഒന്നും പറയരുത്. ആരും വേണുഗോപനുമായിട്ടുള്ള അംബികയുടെ ബന്ധം അറിയരുത്. നിന്റെ ഏട്ടനെ കുത്താൻ ഒരു കത്തിയും കൊണ്ടു നടന്ന വേണുഗോപൻ നാളെ നിന്നെയും കൊല്ലാൻ ശ്രമിച്ചെന്നിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. എന്താ നിന്റെ മനസ്സിൽ എന്താന്ന് പറ മാനസേ. പറയാം, സമയാവട്ടെ. തൽക്കാലം ഒരു കാര്യം മാത്രം ഞാൻ പറയാം. സിദ്ധാർത്ഥനെ ഞാൻ രക്ഷിക്കും. അതിന് എനിക്ക് ഈ വിവാഹത്തിന് സമ്മതിച്ചേ പറ്റൂ.
സിദ്ധാർത്ഥനെ കേരളം മുഴുവൻ അന്വേഷിച്ചിട്ടും കിട്ടിയിട്ടില്ല. എവിടെ ഒളിച്ചിരിപ്പുണ്ട്. കല്യാണം മുടക്കാനെങ്ങാനും വരുവോ? പറയാൻ പറ്റില്ല. സിദ്ധാർത്ഥൻ നോവേറ്റ പാമ്പ. ഓടുന്ന വാഹനങ്ങളുടെ ഗതി നിയന്ത്രിക്കുന്ന മനസ്സാണ്. ഏത് നിമിഷവും പ്രത്യക്ഷപ്പെടാം. അങ്ങനെ പുറത്തിറങ്ങിയ പോലീസ് കൊണ്ടുപോകില്ലേ അവനെ? കൊണ്ടുപോവും. അതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ. എന്തായിരിക്കും ഒളിച്ചിരിക്കുന്നവന്റെ മനസ്സിലെന്ന്. ചിലപ്പോ ഇനി ശല്യത്തിന് വരത്തില്ലായിരിക്കും. നമ്മൾ കേസിനൊന്നും പോയില്ലല്ലോ. തന്നെയുമല്ല, എങ്ങനെങ്കിലും പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിരിക്കും ഇപ്പോ. പോലീസ് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടിരിക്കാമായിരുന്നു. ഇതിപ്പോ ഏത് നിമിഷവും ടെൻഷനാ. അവന്റെ വരവ് പേടിക്കുന്നതിന്റെ ടെൻഷൻ. വേണു വളരെ പെട്ടെന്ന് റിക്കവറായി. റിപ്പോർട്ടുകളെല്ലാം ഓക്കെയാ. അകത്തേക്ക് ഡീപ്പായ മുറിവുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാ. എന്റെ ഓഫീസിൽ വന്നിരുന്നു രണ്ടുപേരും. ഈ കുത്തിയവനെതിരെ ഒരു പരാതിയും ഇല്ലെന്ന് പറഞ്ഞു. സ്വസ്ഥമായിട്ടൊരു കുടുംബജീവിതമാ അവരുടെ മനസ്സിൽ. അതാ ഒരു കണക്കിന് നല്ലത്. കേസും കോടതിയും ഒക്കെ ആയിട്ട് പോയാ ജീവിതം ഇല്ലാതാവും. ആ മനസ്സേ, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ. തീരുമാനിച്ചോളൂ. അതിന് എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല. അടുത്ത മാസം 22-നാ കല്യാണം അല്ലേ? അതെ മുമ്പ് നിശ്ചയിച്ച മുഹൂർത്തം തന്നെ. അതെ. ചെറുക്കൻ വേണുഗോപനായിരിക്കില്ലെന്ന് എനിക്കറിയാം. എങ്ങനെ അറിയാം? ഈ ദിവസങ്ങൾ കൊണ്ട് മാനസിക എനിക്ക് ശരിക്കും മനസ്സിലായി. ആരായിരിക്കും ചെറുക്കൻ? ആരാവണം? ആരായാലും അത് വേണുഗോപനായിരിക്കരുത്. ഇപ്പൊ മറ്റൊരാളും മനസ്സിലില്ല. അപ്പോ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് വേണുഗോപന് തന്നെ നറുക്ക് വീഴുന്നതല്ലേ ഭംഗി. എന്താടാ ഇത്ര ടെൻഷൻ? സിദ്ധാർത്ഥനെ പേടിച്ചാണോ? അവൻ വരില്ല. സ്റ്റേഷനിൽ ചെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. അഥവാ അവനെ കിട്ടിയാൽ തല്ലി എല്ലൊടിക്കാൻ ഏർപ്പാട് ചെയ്യാം. കൈക്കൂലി കൊടുത്താൽ നടക്കാത്ത കാര്യമല്ലോ ഉണ്ടോ? ടെൻഷൻ അത് മാത്രമല്ല അച്ഛാ. മാനസ വിവാഹത്തിന് സമ്മതിച്ചല്ലോ. ആ, അതിന് അവള് പഴയ മാനസയല്ല. സംസാരത്തിലൊക്കെ ഒരു മാറ്റമുണ്ട്. അതുപോലെ അച്ഛൻ ശ്രദ്ധിച്ചോ? ഹോസ്പിറ്റലിൽ ആകെ ഒരൊറ്റ തവണയെ വന്നുള്ളൂ. ഒരു അകൽച്ച പോലെ. നിന്നോട് അവർക്ക് ഇഷ്ടക്കുറവുണ്ടോ? ഏയ്, അതൊന്നുമില്ല. ഇഷ്ടക്കേടൊന്നും കാണിച്ചിട്ടില്ല. എന്നാ ചിലപ്പോ നിനക്ക് തോന്നുന്നതായിരിക്കും. ആയിരിക്കും. ഇപ്പോ കാണുന്നതെല്ലാം സംശയം. എങ്ങനെയെങ്കിലും കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടണം. അത് കഴിഞ്ഞാ പിന്നെ വേണുഗോപന രാജാവ്. അതുവരെ ഒന്നെത്തണം. മാനസേ, വേണുഗോപന് നീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ. സത്യം പറ, എന്താ നിന്റെ മനസ്സില്? എന്നോടെങ്കിലും പറ മാനസേ. എനിക്കറിയാം, എന്തോ പദ്ധതികൾ നീ ആസൂത്രണം ചെയ്യുകയാണ്. എല്ലാം റിസ്ക് പിടിച്ച കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാ ചോദിക്കുന്നത്. റിസ്ക് ഉണ്ട് മൈനെ. ജീവിതത്തിൽ റിസ്ക് എടുക്കാതെ ഒരു കാര്യത്തിലും വിജയിക്കാൻ പറ്റില്ല. എന്താ നിന്റെ മനസ്സിലെന്ന് പറ. അതറിഞ്ഞാലേ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. സത്യം പറഞ്ഞ ഞാനിപ്പോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. മൊത്തത്തിൽ ബ്ലാങ്ക് ആണ്. ഒരു കരട് രൂപമായി വരുമ്പോ നിന്നോട് പറയും.
നിന്നോടെ ആദ്യം പറയൂ. ചില വേട്ടക്കാരെ കെണി വെച്ച് പിടിക്കണം മൈനെ, അല്ലെങ്കിൽ അവര് നാട് മുഴുവൻ നാശം വിതയ്ക്കും. വേണുഗോപനെ പോലെ ഒരുപാട് വേട്ടക്കാരുണ്ട് നമ്മുടെ നാട്ടില്. അംബികയെ പോലെ ഒരുപാട് ഇരകളും. ഇതിനിടയിൽ ഇരകൾക്ക് വേണ്ടി ധൈര്യത്തോടെ പൊരുതാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിലൊരാളാണ് ഞാനും. വേണുഗോപൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ? അറ്റൻഡ് ചെയ്യ്. ഹലോ. മനസ്സ, ഞാൻ ഡിസ്ചാർജ് ആയി. ആ, അറിഞ്ഞു. ഹൗ ആർ യു? ഫൈൻ. ബട്ട് ശരീരത്തിനല്ല, മനസ്സിനായിപ്പോ അസുഖം. What happened? ഐ എം ഡീപ്ലി ലവ് വിത്ത് യു, മനസ്സ. ബട്ട് നീ ഹോസ്പിറ്റലിലൊന്ന് വന്നതല്ലാതെ എന്നെ ഒന്ന് കെയർ ചെയ്തിട്ടില്ല. ഞാൻ തിരിച്ചാ ചോദിക്കേണ്ടത്. വാട്ട് ഹാപ്പൻഡ് ടു യു? Nothing. വേണുവിനെ ആ അവസ്ഥയിൽ കാണാൻ തോന്നിയില്ല. Because I'm also in love with you. മനസ്സ, എനിക്കൊന്ന് കാണണം തന്നെ, സംസാരിക്കണം. വരുവോ? പിന്നെന്താ, വരാം. ഒരു തുറന്ന സ്ഥലത്ത്. അങ്ങനെയല്ലേ ഞാൻ വിളിക്കൂ. സ്ഥലം പറഞ്ഞാ മതി. We'll meet. ഓക്കെ. Okay. വേണുഗോപനെ കാണാൻ പോവാണോ? Yes. He's my would-be. പ്രതിശ്രുത വരനെ കാണാൻ വധുവിന്റെ പോക്ക്. ഈ കാഴ്ചയിലുണ്ട് സിദ്ധാർത്ഥ ഒരുപാട് അർത്ഥങ്ങൾ. വേണു എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? അയ്യോ, പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു. കാണാൻ മനസ്സിന് തിടുക്കമായപ്പോ അത് എത്രയും പെട്ടെന്ന് ആയാലെന്താ എന്ന് വിചാരിച്ചു പറഞ്ഞതേ. അങ്ങനെയല്ല, വേണുവിന് എന്തോ ശരിക്കും എന്നോട് പറയാനുണ്ട്. ഉണ്ട് മനസ്സ. സത്യത്തിൽ പറയാനും ചോദിക്കാനുമാ വന്നത്. പക്ഷേ ഒരാളെ ഇഷ്ടപ്പെടുന്നതും അടുത്തു നിന്ന് പ്രണയം പറയുന്നതും ഇതാദ്യമായിട്ടാ. അത് കള്ളം. വേണു സ്റ്റേറ്റ്സിലായിരുന്നു. അവിടുത്തെ കൾച്ചർ മിനിമം ഒരു 10 വർഷമെങ്കിലും കഴിഞ്ഞിട്ടേ ഇവിടെ വരാറുള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്ത് ജീവിച്ച വേണുഗോപന് ഒരു പെണ്ണിനെ അടുത്ത് കാണുമ്പോഴും പ്രണയം പറയുമ്പോഴും ഇത്രയ്ക്ക് ടെൻഷനോ? എന്താ ഇത്? എനിക്കറിയില്ല. മനസ്സിക്ക് എന്നെ അറിയില്ലേ? ശരിക്കും അറിയാം. അമേരിക്കയിലേക്ക് ജോലി ചെയ്തെങ്കിലും എന്റെ മനസ്സിൽ നമ്മുടെ നാട്, ഈ നാട്ടിലെ ജീവിതം, പിന്നെ ഈ ഇഷ്ടം, അതും ആദ്യമായിട്ടാ. ജീവിതത്തിൽ എനിക്കൊരു പെൺസുഹൃത്ത് പോലും ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ആദ്യവും അവസാനമായിട്ട് നീയ മനസ്സ. നീ മാത്രമേ ഉണ്ടാവൂ. ഇല്ല മനസ്സ, എന്റെ പേര് പോലീസിനോടോ ഡോക്ടേഴ്സിനോടോ പറയാൻ സാധ്യതയില്ല. അപകടം കഴിഞ്ഞു വന്നപ്പോ ഒരു തവണ പറഞ്ഞിരുന്നു, ബോധം മറയും മുൻപ്. അത് മരിക്കുമെന്ന് തോന്നിയപ്പോഴുള്ള മൊഴിയായിരിക്കും. അല്ലാതെ എന്റെ പേര് പറഞ്ഞ അവന്റെ കള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്താവും. മനസ്സെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല.
വേണുവിന്റെ നിഷ്കളങ്കമായ സ്വഭാവത്തെക്കുറിച്ച് ആലോചിച്ചതാ. സത്യത്തില് ഇത്രയും നല്ല മനുഷ്യനായിട്ടും നിങ്ങളെ ആരാ കൊല്ലാൻ ശ്രമിച്ചത്? അറിഞ്ഞുകൊണ്ട് ഒരാളുടെ കണ്ണീര് ഞാൻ വീഴിച്ചിട്ടില്ല. ഇതാരോ ആളുമാറി കുത്തിയതായിരിക്കണം. സത്യത്തിൽ പോലീസിനോടല്ല, ഡോക്ടറോടാ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ പോലീസിനോടും പറയേണ്ടി വന്നു. കുത്തിയത് എനിക്ക് പരിചയമുള്ളൊരു സിദ്ധാർത്ഥന. പക്ഷേ അവനൊരിക്കലും എന്നെ ആയിരിക്കില്ല ലക്ഷ്യം വെച്ചത്. ആളുമാറിപ്പോയതായിരിക്കും. ഞാനായിരിക്കില്ല അവന്റെ ഉന്നം, മാനസികമായിരിക്കും. എങ്ങനെയും നിന്നെ വിവാഹം കഴിക്കലായിരിക്കും അവന്റെ ലക്ഷ്യം. അത് ഞാൻ ഒളിവിലിരിക്കുമ്പോ തന്നെ നടത്തണം. അതിനുവേണ്ടി ഞാൻ പുറത്തു വരാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കും. എന്നെ പോലീസ് പിടിച്ച ഇതൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് എന്നെ ഒളിവിൽ നിർത്തിക്കൊണ്ട് മാനസിക വിവാഹം കഴിക്കാൻ ശ്രമിക്കും. അങ്ങ് സമ്മതിക്കല്ലേ? എന്താ മനസ്സ് ഉദ്ദേശിക്കുന്നത്? മനസ്സ് ഇടയ്ക്ക് മാനസം മറ്റെന്തോ ചിന്തിക്കുന്നുണ്ടല്ലോ. എന്തുപറ്റി? ഏയ് ഒന്നുമില്ല. എന്താ മനസ്സേ, ഈ അപകടം ഉണ്ടായതിനു ശേഷം എന്നെ വേണ്ടെന്ന് തോന്നുന്നുണ്ടോ മാനസിക്ക്? ഇല്ല, ഇനിയാണ് വേണുവിനെ എനിക്ക് വേണ്ടത്. പിന്നെന്താ ഈ അകൽച്ച? അടുക്കുന്നതിന് മുൻപ് ഒരകൽച്ച ഉണ്ടാവും. ഒരു ദിവസം ഞാൻ വരും വീട്ടിലേക്ക്. നമുക്ക് മാത്രം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാം. അതിന് വീട്ടിലേക്ക് വരണ്ടല്ലോ. നമ്മളിപ്പോഴും തനിച്ചല്ലേ സംസാരിക്കുന്നത്? അതെ, എന്നാലും വീടിനകത്താ സ്വപ്നങ്ങൾ കൂട്ടുകൂടുന്നത്. എന്റെ സ്വപ്നങ്ങളിൽ മുഴുവൻ നീയല്ലേ. സ്വപ്നങ്ങൾ നമുക്ക് പുറത്തു മതി വേണം. വീട്ടിലെപ്പോഴും മൈനയുണ്ട്. പിന്നെ വേറൊരാൾ കൂടിയുണ്ട്. ആരാ? ഏട്ടനും ഏട്ടത്തെയും ജോലിക്ക് പോവില്ലേ? അവരല്ല, വേറൊരാള്. അതാരാ? സെക്യൂരിറ്റി. അതെ, ഒരു ഗ്ലാസ് വെള്ളം തരുമോ? ഇല്ല. വെള്ളം തരുമ്പോ കൈ കയറി പിടിക്കാനല്ലേ? അതൊക്കെ പഴയ സിനിമയിലല്ലേ മൈനെ. ഇപ്പൊ സിനിമയിൽ പോലും ഇല്ല ഇത്ര മെലോഡ്രാമ. ഈ ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുത്താൽ പുണ്യം കിട്ടും. തരുന്നില്ലെങ്കിൽ വേണ്ട. അവിടെ വെച്ചാ മതി, ഞാൻ എടുത്തോളാം. അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. പാചകത്തെ സഹായിക്കണോ? നല്ല ഒന്നാം തരം ഷെഫും കൂടെ ഞാൻ. ഇയാളൊന്ന് പോകുന്നുണ്ടോ അടുക്കളയിന്ന്? ഓരോന്ന് പറഞ്ഞ് അടുത്തുകൂടെ ശ്രമിക്കോ? അയ്യേ, വൃത്തിയോട് പറയരുത്. ഒരു മിനിമം സൗന്ദര്യമെങ്കിലും ഉള്ളവരോടെ ഞാൻ അടുക്കാറുള്ളൂ. ഈ
പാടത്ത് നാട്ടുന്ന കോലത്തോടെ ആരെങ്കിലും കൂട്ടുകൂടാൻ വരും. ദേ, എന്റെ വായി നല്ല സരസ്വതി കേക്ക് ഇയാളിന്ന്. ചട്ടുവാ എന്റെ കയ്യിലിരിക്കുന്നത്. ഒരു വീശങ്ങ് വച്ചു തന്നാലുണ്ടല്ലോ. ഈശ്വര, ഈ നേരത്തെ ഇതാരാ? എന്റെ ഗണപതി, കുഴപ്പമാവോ? ഇയാളൊന്ന് മുറിയിലേക്ക് പോകുന്നുണ്ടോ? മനുഷ്യൻ ആദ്യം കയറ്റാൻ വേണ്ടി. ശ്ശോ, ഒന്ന് പോകുന്നുണ്ടോ? പോവാൻ എന്താ? ചുമ്മാ നിന്നെ ഒന്ന് കാണണം തോന്നിപ്പോ വന്നു. എനിക്ക് നിങ്ങളെ കാണണ്ട, ഇറങ്ങിപ്പോ. മൈനെ, മണിക്കൂറുകളായി ഞാൻ പുറത്ത് കാത്തു നിൽക്കുക. ഈ വീട്ടിൽ നിന്ന് എല്ലാവരും ഒന്ന് പുറത്തു പോകാൻ വേണ്ടി, നിന്നെ ഒറ്റയ്ക്കൊന്ന് കാണാൻ വേണ്ടി. അർജുനേട്ടൻ പുറത്തു പോയേ, ഇവിടെ ആരുമില്ല. അത് തന്നെയല്ലടി പെണ്ണെ ഞാനും പറഞ്ഞത്. ആ സമയം നോക്കി തന്നെയാ ഞാനും വന്നത്. എനിക്കൊന്നും സംസാരിക്കാനില്ല. പക്ഷെ എനിക്കുണ്ട്. കുഞ്ഞുനാള് മുതല് നീ എന്റെ പെണ്ണാണെന്ന് എല്ലാവരും പറഞ്ഞു വിശ്വസിപ്പിച്ചു. വർഷങ്ങളായിട്ട് നീ മാത്രമാണ് എന്റെ മനസ്സില്. പെട്ടെന്ന് നീ എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞാ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് പറ്റില്ല. പെട്ടെന്നൊന്നും അല്ല. കള്ളും കഞ്ചാവും അടിച്ച് കണ്ട പെമ്പിള്ളയുടെ കൂടെയൊക്കെ നടക്കുന്നത് അറിഞ്ഞ കാലം തൊട്ടേ എനിക്ക് വെറുപ്പാ നിങ്ങളെ. ഞാൻ പറഞ്ഞിട്ടുള്ളതാ അർജുനേട്ടൻ എന്നെ ശല്യം ചെയ്യരുതെന്ന്. എനിക്ക് അർജുനേട്ടനെ ഇഷ്ടമല്ല. എന്നെ നീ ഇഷ്ടപ്പെടണം. ചീത്ത സ്വഭാവങ്ങളൊക്കെ ഞാൻ നിർത്താം. വേണ്ട, എനിക്ക് നിങ്ങളെ വെറുപ്പാ. ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? ഇല്ല, എന്റെ ചേച്ചിയെ നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ നാട്ടിലിറക്കി വിട്ടു. അത് ഞാനങ്ങ് സഹിച്ചു. പക്ഷെ അർജുൻ ഇപ്പൊ വന്നതേ ഇറങ്ങിപ്പോവാനല്ല, രണ്ടിലൊന്ന് തീരുമാനിക്കാം. അർജുനേട്ടാ, ഒന്നും തീരുമാനിക്കാനില്ല. ഇവിടുന്ന് ഇറങ്ങി പോകുന്നോ അതോ ഞാൻ വിളിച്ചു കൂവണോ? വിളിച്ചു കൂവണം. 4 പേരറിയട്ടെ ഞാൻ നിന്നെ കയറി പിടിച്ചു എന്ന്. അങ്ങനെ ഒരു നാണക്കേട് നിനക്കുണ്ടായ അങ്ങനെയെങ്കിലും നീ എന്റേതാവുമല്ലോ. അർജുനേട്ടാ, അനാവശ്യം പറയാതെ പോവാൻ നോക്ക്. പോ. പക്ഷേ ഇപ്പൊ നീ എന്റെ കൂടെ വരണം. എന്റെ പെണ്ണാ നീ. അന്തസ്സായിട്ട് നോക്കിക്കോളാം നിന്നെ ഞാൻ.
തള്ളിയത്. ഇനി ഇവിടെ നിന്ന് കൊല്ലുന്നില്ല ഞാൻ. പോടാ. അപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സിദ്ധാർത്ഥന്റെ അവസ്ഥ? പിടിക്കപ്പെടില്ലേ? അപ്പൊ സിദ്ധാർത്ഥം വന്നില്ലായിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താവുമായിരുന്നു? നീ അതൊന്നും ആലോചിച്ച് നോക്ക്. എടി പെണ്ണെ, നിന്നെ കൊണ്ടുപോയാലും രക്ഷിക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ? അതുപോലെയാണോ സിദ്ധാർത്ഥന്റെ കാര്യം? പിടിക്കപ്പെട്ടാൽ തല്ലുകൊള്ളോന്ന് മാത്രമല്ല, അഴി എണ്ണുകയും ചെയ്യും. നിങ്ങളൊക്കെ രക്ഷിക്കാൻ വരുമ്പോഴേക്കും അവൻ എന്നെ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തു കളഞ്ഞാലോ? എന്നാ എന്റെ ശവം പോലും കാണില്ലായിരുന്നു നിങ്ങൾ. കൺമുന്നിൽ വെച്ചൊരു പെണ്ണിന്റെ മാനത്തിന് വില പറയുന്നതും ആക്രമിക്കുന്നതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. അതിന് ജയിലിൽ പോകേണ്ടി വന്നാ പോണം. ഒരാളെ രക്ഷിച്ചിട്ടല്ലേ? എന്തായാലും എനിക്ക് കിട്ടിയ കൂട്ട് രണ്ടും നല്ലതാ. സ്വൈര്യം തരില്ല. അല്ല, അടി കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നാന്ന് സംശയം തോന്നും അയാൾക്ക്. ഒരു പെണ്ണിങ്ങനെ ഇടിക്കുമെന്ന് സംശയം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഇവളായോണ്ട് വിശ്വസിക്കും. പണ്ടേ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നപ്പോ അർജുനേട്ടൻ അടി കൊടുത്തിട്ടുണ്ട് ഇവള്. ഓ, ഹാ. എന്തായാലും എന്തോ ഒരു മറിമായം നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും. ഇനിയൊന്ന് നോക്കിയും കണ്ടുമൊക്കെ നിന്നോണം. അതെ, കളരി പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആശാൻ കളരിയില്. ഒന്ന് പോടി പെണ്ണേ. കൊച്ചു വർത്താനം പറഞ്ഞ് അടുത്തുകൂടാൻ നോക്കിയാലുണ്ടല്ലോ. ആ, ശ്ശേ, അയ്യടാ, പാടത്ത് നടന്ന കോലത്തോട് കൂട്ടുകൂടാനോ? ഒരു മിനിമം പൗരുഷമെങ്കിലും വേണം ആണുങ്ങൾക്ക്. വിവാഹത്തിന് കുറിച്ച് മുഹൂർത്തം നീണ്ടുപോയച്ച എത്രയും പെട്ടെന്ന് നടത്തണം. നീയല്ലേ 2 മാസം കഴിഞ്ഞ് തീയതി കുറിച്ചാ മതിയെന്ന് പറഞ്ഞത്? അത് എന്നോട് ആലോചിച്ചിട്ട് അവൻ പറഞ്ഞതാ. നാട്ടിലൊക്കെ വന്നിട്ട് ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് വേണ്ട കല്യാണം കഴിക്കാനെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? ഇവന്റെ വരവ് കാത്തിരിക്കുകയായിരുന്നു സിദ്ധാർത്ഥൻ. അവന്റെ സഹോദരി ഒരു ചീത്ത പെൺകുട്ടിയായതിന് അവന് വേണുവിനോട് ഇത്ര ദേഷ്യം ഉണ്ടാവേണ്ട കാര്യം എന്താ? അതൊക്കെ ഇത്തരക്കാരുടെ അടവാ. എങ്ങനെയെങ്കിലും കാശുള്ളവരുടെ തലയിൽ പെങ്ങളെ കെട്ടിവെക്കാനുള്ള അടവ്. അതുപോട്ടെ, മാനസിക ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ അവളോട് സംസാരിച്ചു. വിവാഹത്തിന് അവൾക്ക് പൂർണ്ണ സമ്മതം. പിന്നെന്താ കബഡി ഗണിച്ചിട്ട് അടിയോടി തടസ്സമുണ്ടെന്ന് പറഞ്ഞത്? എന്ത് കാര്യത്തിനും ഒരു അടിയോടി. മേലിൽ അയാളെ വീട്ടിൽ കയറ്റരുത് മോനെ. കല്യാണത്തിന് ഒരു തടസ്സം ഉണ്ടാവുകയില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞായിരിക്കും കൂടുതൽ തടസ്സം ഉണ്ടാവുക. കല്യാണം കഴിഞ്ഞ് അതിന് ഞാനിവിടെ നിന്നിട്ട് വേണ്ടേ? ഒരാഴ്ചക്കകം ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോകും. പിന്നെ 1 മാസത്തിനകം മാനസയ്ക്കും വിസ ശരിയാക്കും. ഇവിടുന്ന് പറഞ്ഞ പിന്നെ ആരെ പേടിക്കാനാ? ആഹാ, എത്തിയോ? ഇന്നെന്താ രണ്ടുപേരും ഒരുമിച്ച്? അതെന്താ ഒരുമിച്ച് വന്ന? അല്ല, അങ്ങനെ സംഭവിക്കാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പോലീസ് വണ്ടി എടുക്കണ്ടെന്ന് വിചാരിച്ചു. എന്നാ പിന്നെ ഡോക്ടർ ഗൗരിയെ വിളിക്കാന്ന് കരുതി. വിളിച്ചപ്പോ വല്ലാത്ത സ്നേഹം ഭർത്താവിനോട്. പിന്നെ ഒരുമിച്ചിങ്ങ് പോന്നു. എനിക്ക് എപ്പോഴും എല്ലാവരോടും സ്നേഹമുണ്ട്. ആരും അത് തിരിച്ചറിയാത്തതാ. സ്നേഹം ഉണ്ടായിട്ട് എന്ത് കാര്യ ഡോക്ടറെ? കുറച്ച് കാര്യപ്രാപ്തി കൂടി വേണ്ടേ? ഏട്ടനോ അതില്ല. അത് നീ എന്നെ ഒന്ന് കൊള്ളിച്ചതാണല്ലോ. എന്തു പറ്റി? ഇതൊരു പോലീസ് ഓഫീസറുടെ വീടല്ലേ? ഒരാള് കേറി വരാൻ ധൈര്യപ്പെടുവോ? എന്നിട്ടും ഞാൻ തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ തട്ടിക്കൊണ്ടു പോകലും പീഡനവും ഒക്കെ നടന്നേനെ. എന്തു പറ്റി?
അർജുൻ പിന്നെയും വന്നിരുന്ന എടുത്തി മൈനയെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ സമയത്തായിട്ടാ ഞാൻ വന്നത്. ഞാൻ ഇടിക്കോ കുത്തുവോ എന്തൊക്കെയോ ചെയ്തവനെ ഒരു കണക്കിന് ഇറക്കി വിട്ടത്. അവളെ ഉപദ്രവിച്ചവൻ ഉപദ്രവിച്ചു, ബലമായിട്ട് കൊണ്ടും പോയേനെ. ഞാൻ വന്നതുകൊണ്ടാ. വകയില് സ്വന്തക്കാരല്ലേ ഇവരൊക്കെ? ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് നാണക്കേട് ഉണ്ടാക്കരുത്, അതേ പറയാനുള്ളൂ. ഇതിപ്പോ പല തവണയായി അല്ലേ മോളെ? ഒന്നും ചെയ്യാൻ കഴിയാത്തോണ്ടല്ല, നാണക്കേടുകൊണ്ടാ. ഗൗരി കളിയാക്കി പറഞ്ഞാണെങ്കിലും സ്വന്തവും ബന്ധമൊന്നും പറഞ്ഞ് അവൻ നാറ്റിക്കും മോളെ. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, പോലീസുകാരെ ഇവിടെ ഒന്ന് പേടിപ്പിക്കാം. എന്താ? അർജുന്റെ ആരാ? മുത്തശ്ശനാ. അവനെ വിളിക്ക്. എന്താ സാറേ കാര്യം? അത് ഞാൻ അവനോട് പറഞ്ഞോളാം. വിളിക്ക്. അർജുന. നല്ല തടിയാണല്ലോടാ, ഇടിച്ച് പഴിപ്പിക്കേണ്ടി വരും. വാ, നല്ല മോനായിട്ട് വന്ന് വണ്ടിയിലോട്ട് കയറും. എന്താ എന്താ കാര്യം? കാര്യം എന്താണെന്നൊക്കെ തറവാട്ടിൽ ചെന്നിട്ട് പറയാം. വാ. പറയാതെ ഞാൻ വരില്ല. ഹ്, നല്ല മോനായിട്ട് വരാനാ ഞാൻ പറഞ്ഞത്. ഇനി ചീത്ത മോനെന്ന് വിളിക്കണോ? ചെന്ന് വണ്ടി കയറും. ഇവരെ പിടിച്ച് ജീപ്പ് കയറ്റിടും. എന്താ എന്തിനാ വിളിച്ചോണ്ട് പോന്നെ? പോലീസ് സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി അവന്റെ തെമ്മാടുത്തം. ഇന്ന് വെടിക്കട്ടോ അവന്. ആ എങ്ങോട്ടാ നീ രാവിലെ? പുറത്തിറങ്ങി കുറച്ച് ശുദ്ധവായു ശ്വസിക്കണം അച്ഛാ. വായു ശ്വസിക്കുന്നതൊക്കെ കൊള്ളാം. വെള്ളം കുടിയും കൂട്ടുകെട്ടും ഒന്നും വേണ്ട. അറിയാമല്ലോ, മാരേജിങ് അടുത്തു. ഇനി നീയായിട്ട് വേറെ പ്രശ്നത്തിൽ പോയി ചാടരുത്. അതെനിക്ക് അറിയില്ല അച്ഛാ. ഇപ്പൊ നിന്റെ ജീവിതം ഒരു ക്ലീൻ സ്ലേറ്റാ. കഴിഞ്ഞ കാലത്തെ അക്ഷരത്തെറ്റുകളൊക്കെ മായ്ച്ചു. ഇനി അതിലെഴുതുന്ന അക്ഷരങ്ങളോ അക്കങ്ങളോ പിഴയ്ക്കരുത്. കണക്കുകളൊന്നും പിഴയ്ക്കാതിരിക്കാൻ അച്ഛനില്ല എന്റെ കൂടെ. മോനെ, നിനക്കൊരു കൊറിയർ ഉണ്ടായിരുന്നോ? ഞാനതങ്ങ് മറന്നു. അമ്മ തന്നെ അതങ്ങ് പൊട്ടിച്ച് വായിക്ക്. ബാങ്കിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റോ മറ്റോ ആയിരിക്കും. മോനെ, ഇത് അതൊന്നുമാണെന്ന് തോന്നുന്നില്ല. നീ ഒന്ന് നോക്ക്.